എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് ബി പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോണത്. അപ്പൊ ആദ്യം ഞാൻ ആ ബി പാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് കേൾപ്പിക്കാം, അതിനുശേഷം എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യുവാണേ. Setting. For questions 25 to 30, choose the answer A, B, or C, which fits best according to what you hear. You'll have time to read each question before you listen. Complete your answers as you listen. Now look at question 25. Have you tried the new motion capture technique for gait analysis? I haven't yet, but I've been reading about it. It seems to give real-time feedback on gait abnormalities, right? Precisely. It's fascinating. We can now get a 3D representation of the patient's movement and identify even subtle deviations from the normal gait. That sounds promising, especially for our post-stroke patients and those with sports injuries. But is it easy to implement? There's a bit of a learning curve, especially with placing the sensors accurately, but once you get the hang of it, it's a breeze. It's such a game changer in creating tailored rehab plans. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 25ന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചു കാണുമല്ലോ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ബെനിഫിറ്റ് ഡസ് ദ ന്യൂ മോഷൻ ക്യാപ്ചർ ടെക്നിക് ഓഫർ ഇൻ ഗേറ്റ് അനാലിസിസ്? അതായത് ഗേറ്റ് അനാലിസിസിൽ ഈ മോഷൻ ക്യാപ്ചർ ടെക്നിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഓഫർ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സോ അവിടുത്തെ ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. പോസിറ്റീവായിട്ട് പറയുന്നത് നോട്ടീസ് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഗീവ്സ് റിയൽ ടൈം ഫീഡ്ബാക്ക് ഓൺ ഗേറ്റ് അബ്നോർമാലിറ്റീസ്. ഗേറ്റ് അബ്നോർമാലിറ്റീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിയൽ ടൈം ഫീഡ്ബാക്ക് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഡിറ്റക്ട് സബ്ട്ടിൽ ഡീവിയേഷൻസ് ഫ്രം നോർമൽ ഗേറ്റ്. അല്ലെ, നോർമൽ ഗേറ്റിൽ നിന്നും സബ്ട്ടിൽ ഡീവിയേഷൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. സോ അവിടെ നമുക്കൊരു വേർഡ് വന്നിട്ടുണ്ട്, സബ്ട്ടിൽ. അല്ലെ, അപ്പൊ ആദ്യം സബ്ട്ടിലിന്റെ മീനിങ് നോക്കാം. സബ്ട്ടിൽ എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ്. സോ സൂക്ഷ്മമായിട്ടുള്ള ഡീവിയേഷൻസ്, അല്ലെ, നോർമൽ ഗേറ്റിൽ നിന്നും സൂക്ഷ്മമായിട്ടുള്ള ഡീവിയേഷൻസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇറ്റ് ഹാസ് 3D വിഷ്വലൈസേഷൻ ഓഫ് ദ പേഷ്യൻസ് മൂവ്മെന്റ്. പേഷ്യന്റിന്റെ മൂവ്മെന്റിന്റെ 3D വിഷ്വലൈസേഷൻ. സോ ഇതിൽ ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ബെനിഫിറ്റ് അല്ലാതെ ചുമ്മാ പോയിന്റ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് പറഞ്ഞാലും നമ്മളത് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാൻ ശ്രദ്ധിച്ചേ. Choose the answer A, B, or C, which fits best. Complete your answers. ഇത് ഞാൻ കേൾപ്പിക്കുവാണ്, ശ്രദ്ധിക്കുക. Have you tried the new motion capture technique for gait analysis? I haven't yet, but I've been reading about it. It seems to give real-time feedback on gait abnormalities. ഇറ്റ് സീംസ് ടു ഗീവ് എന്നാണ് പറയുന്നത്, അല്ലെ. ഓപ്ഷൻ എയിൽ കിടക്കുന്നത് ഇറ്റ് ഗീവ്സ് എന്നുള്ളതാണ്. പക്ഷേ ഓഡിയോയിൽ പറയുന്നത് ഇറ്റ് സീംസ് ടു ഗീവ് എന്നാണ്. അങ്ങനെ അല്ലെ, കാണപ്പെടുന്നു എന്നുള്ളൊരു മീനിങ് ആണ്. സോ അതൊരു പോസിബിലിറ്റി പോലെയുള്ള ഒരു മീനിങ് ആണ്, അല്ലെ. പക്ഷെ എയിൽ കൺഫേം ആയിട്ട് ഇറ്റ് ഗീവ്സ് എന്ന് തന്നെ പറയുകയാണ്. സോ അത് വേണമെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയോടെ കേട്ട് നോക്കാം. Right? Precisely. It's fascinating. We can now get a 3D representation of the patient's movement and identify even subtle deviations from the വി ക്യാൻ നൗ ഗെറ്റ് എന്നാ പറയുന്നത്. വി ക്യാൻ നൗ ഗെറ്റ് 3D വിഷ്വലൈസേഷൻ. അപ്പൊ വി ക്യാൻ എന്ന് വെച്ചാൽ അല്ലെ, ചിലപ്പോൾ അങ്ങനെ കഴിയുമായിരിക്കും എന്നുള്ളൊരു മീനിങ് ആണ്, അല്ലെ. അതും പോസിബിലിറ്റി ആണ്. സോ അപ്പം സിയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം സിയിൽ പറയുന്നത് എന്താണ്, ഇറ്റ് ഹാസ് 3D വിഷ്വലൈസേഷൻ. ഓൾറെഡി 3D വിഷ്വലൈസേഷൻ ഉണ്ട്, പക്ഷെ ഓഡിയോയിൽ പോസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. സോ അതുകൊണ്ട് അത് നമുക്ക് ആൻസറിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ എന്ന് പറഞ്ഞിട്ട് 3D വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഇറ്റ് ക്യാൻ ഡിറ്റക്ട് സബ്ട്ടിൽ ഡീവിയേഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓഡിയോയിലും ക്യാൻ ഡിറ്റക്ട്, ഓപ്ഷനിലും ക്യാൻ ഡിറ്റക്ട് ആണ് പറയുന്നത്, അല്ലെ. ബി ഫോർ ബാറ്റ്. സോ ആൻസർ ബി ഫോർ ബാറ്റിലേക്ക് പോകും. അവിടെ ശ്രദ്ധിക്കണേ. and a 3D representation of the ഇവിടെ ശ്രദ്ധിക്കണം. Precisely. It's fascinating. We can now get a 3D representation of the patient's movement
and identify even subtle deviations from the normal gait. ആൻഡ് ഐഡന്റിഫൈ. അപ്പൊ അവിടെ ക്യാൻ എന്ന് പറഞ്ഞിട്ടാണ് സിയും ബിയും പറയുന്നത് അല്ലെ. പക്ഷെ സി എടുക്കാൻ പറ്റത്തില്ല, കാരണം സി എന്ന് പറയുന്നത് ഹാസ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് ഉണ്ട്, കൺഫേം ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ബിയിൽ പറയുമ്പോൾ ക്യാൻ ഡിറ്റക്ട് എന്നുള്ള മീനിങ്, ക്യാൻ ഐഡന്റിഫൈ എന്നുള്ള മീനിങ്ങിലേക്കാണ് പോകുന്നത്. സോ ആൻസർ ബിയിലേക്ക് പോകും. അപ്പോ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ളതാണ് എല്ലാവരും നോട്ടീസ് ചെയ്യേണ്ടത്. നമുക്കിതുപോലെ ഓപ്ഷൻസ് വന്നിട്ട് കൺഫേം ആയിട്ട് ഒരു സെന്റൻസ് പറയണം, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഒരു സെന്റൻസ് പറയുന്നു, എന്നിട്ട് ഓഡിയോയിൽ പോസിബിലിറ്റി സൂചിപ്പിക്കുന്ന രീതിയിലാണ് പറയണമെങ്കിൽ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അതായത് ഓപ്ഷൻസിൽ കൺഫേം ആയിട്ട് ഇത് ആണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നു, പക്ഷേ ഓഡിയോയിൽ പറയണു ഇതായിരിക്കാം ബെനിഫിറ്റ്, പോസിബിലിറ്റി, അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അല്ലാതെ വെറും രണ്ടിടത്തും ഒരേപോലെ പോസിബിലിറ്റി ആണ് പറയണമെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിടത്ത് പോസിബിലിറ്റിയും ഒരിടത്ത് കൺഫേമിറ്റി ആയിട്ടാണ് പറയണമെങ്കിൽ നമ്മളത് എലിമിനേറ്റ് ചെയ്യും. സോ അത് വെച്ചിട്ടാണ് ഇവിടെ എയും സിയും എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. പിന്നെ ബിയിൽ ക്യാൻ എന്ന് തന്നെയാണ് പറയുന്നത്, ഓഡിയോയിലും ക്യാൻ എന്ന് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് ആൻസർ ബിയിലേക്ക്. അപ്പോ 3 ഓപ്ഷൻസും പറയുന്നതായിട്ട് തോന്നും അല്ലെ. നിങ്ങൾക്ക് വരുന്ന കൺഫ്യൂഷൻ മിക്കവാറും ബി പാർട്ടിലും സി പാർട്ടിലാണെങ്കിലും എല്ലാവർക്കും വരുന്ന കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാ ഓപ്ഷൻസും പറഞ്ഞു പോകും. സോ അതിൽ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്, എല്ലാ ഓപ്ഷൻസും പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവിടെ വ്യത്യാസം വരുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ പോസിബിലിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇനി ബാക്കിയുള്ള പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന്റെ പുറകെ വരുന്നുണ്ട്. പല പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മൾ സെയിം ഓപ്ഷൻ പറഞ്ഞു പക്ഷെ അത് എന്തുകൊണ്ട് ആൻസറിലേക്ക് എടുത്തില്ല, അങ്ങനെയുള്ള മെത്തേഡ് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതിന് വരും ദിവസങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സോ ഇപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. വാട്ട് പ്രോംപ്റ്റഡ് ദ ഫാർമസിസ്റ്റ് ടു ടേൺ ടു ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ്സ് ഫോർ പെയിൻ റിലീവേഴ്സ്. അപ്പൊ ആദ്യം ഇത് ഞാൻ കേൾപ്പിക്കാം, അതിനുശേഷം ആൻസർ. Now look at question 26. Have you noticed the shortage of the standard pain relievers on the shelves lately? Absolutely. It's been challenging. I think there was some disruption at the main supplier's end. We've had to resort to alternative brands. That's what I've been doing too. But it requires extra caution, especially when dispensing to patients with known allergies. Different brands sometimes have different excipients. True. And it's not just about allergies. We need to educate patients about the change, especially when the appearance of the medicine is different. The last thing we want is for them to be confused or concerned. I couldn't agree more. Patient safety and education always come first. Hopefully the supply chain issues get sorted out soon. ആൻസർ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. സോ അവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് പ്രോംപ്റ്റഡ് ദ ഫാർമസിസ്റ്റ് ടു ടേൺ ടു ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ്സ് ഫോർ പെയിൻ റിലീവേഴ്സ്. അതായത് എന്ത് കാര്യമാണ് ഫാർമസിസ്റ്റിനെ ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ്സ് ചൂസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ പെയിൻ റിലീവേഴ്സിന് അവർ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബ്രാൻഡ്, വേറൊരു ബ്രാൻഡ് ചൂസ് ചെയ്യാനായിട്ട് എന്താണ് റീസൺ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് എയിൽ പറയുന്നത് ദ ഷോർട്ടേജ് ഓഫ് സ്റ്റാൻഡേർഡ് പെയിൻ റിലീവേഴ്സ് ഓൺ ഷെൽഫ് ലേറ്റ്ലി. അതായത് അവിടെ ഷെൽഫിൽ പെയിൻ റിലീവേഴ്സ് ഇല്ല, അതിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് വേറെ ചൂസ് ചെയ്തു. ഇനി ഇഷ്യൂസ് പ്രൈമറി സപ്ലയർ ലീഡിങ് ടു എ ലാക്ക് ഓഫ് സ്റ്റോക്ക്. അതായത് പ്രൈമറി സപ്ലയറിന്റെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് സ്റ്റോക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട്. ഇനി ദ സപ്ലൈ ചെയിൻ ഇഷ്യൂസ് ആർ നോട്ട് ഗെറ്റിംഗ് സോർട്ടഡ് ഔട്ട് സൂൺ. സപ്ലൈ ചെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഉടനെ ഒന്നും പരിഹരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട്. സോ ഇതിൽ ഏത് ആൻസർ ആണ് വരണം നോക്കാം. എല്ലാം അവിടെ പറയുന്നുണ്ട് അല്ലെ. ഓപ്ഷൻസ് ഇതുപോലെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എല്ലാ ഓപ്ഷൻസും പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, കാരണം സ്പീഡിന് പറഞ്ഞു പോകുമ്പോൾ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അല്ലെ. കുറെയൊക്കെ അതിങ്ങനെ എക്സ്പ്ലനേഷൻ കേട്ട് കേട്ട് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ശ്രദ്ധിച്ചേ. The standard pain relievers on the shelves lately? ശ്രദ്ധിക്കണേ. Just the shortage of the Have you noticed the shortage of the standard pain relievers on the shelves lately?
Absolutely. It's been അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, ആദ്യത്തെ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ആദ്യമേ പറയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും ആൻസറിലേക്ക് വരണമെന്നില്ല. അതായത് ഷോർട്ടേജ് കണ്ടായിരുന്നോ? അല്ലെ, പെയിൻ റിലീവേഴ്സ് ഇല്ല, ഷെൽഫിൽ ഷോർട്ടാണ്, അല്ലെ, കുറവാണ്, അത് ശ്രദ്ധിച്ചായിരുന്നോ? പക്ഷെ ആ ഓപ്ഷൻ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ക്വസ്റ്റൻ അതാണോ? ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ ആയിട്ടല്ലല്ലോ അത് പറഞ്ഞു പോകുന്നത്. സോ അതുകൊണ്ട് അങ്ങനെയും കൂടെ ഒരു റീസൺ പറയുന്നെങ്കിൽ മാത്രമേ നമ്മൾ A ചൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ, അല്ലെ? അപ്പൊ അതാണോ റീസൺ, അവര് എക്സ്പ്ലനേഷൻ പറയണമെന്ന് നോക്കണം. ശ്രദ്ധിച്ചേ. Pain relievers on the shelves lately? Absolutely. It's been challenging. I think there was some disruption at the main supplier's end. We've had അല്ലെ, എനിക്ക് തോന്നുന്നു മെയിൻ സപ്ലയേഴ്സിന്റെ എൻഡിൽ നിന്നും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം, അതുകൊണ്ടാണ് ആ ഒരു ഷോർട്ടേജ് വന്നത്. സോ അതൊരു റീസൺ ആയിട്ട് പറഞ്ഞു, അല്ലെ? അപ്പൊ ബി, അതായത് എ എന്ന് പറയുന്നത് ഒരു ഫാക്ട് ആണ്, അല്ലെ? ബി എന്ന് പറയുന്നത് അതിന്റെ റീസൺ ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിക്കണം. അല്ലാതെ ഓപ്ഷൻസ് ചുമ്മാ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് ആൻസറിലേക്ക് വരണം എന്നില്ല, അല്ലെ? അപ്പൊ എയുടെ റീസൺ ആയിട്ട് ബി പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചേ, to resort to alternative brands. That's what I've been doing too. അത് വെച്ചിട്ട് അതാണ് ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ്സ് ചൂസ് ചെയ്യുന്ന കാര്യമായിട്ട് പറയുന്നത്. അവിടെ ഒന്നും ശ്രദ്ധിക്കണേ. Absolutely. It's been challenging. I think there was some disruption at the main supplier's end. We've had to resort to alternative brands. സോ അതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ്സിലേക്ക് പോകും. അതായത് മെയിൻ സപ്ലയേഴ്സ്, അതായത് പ്രൈമറി സപ്ലയേഴ്സിന്റെ പ്രശ്നം വന്നതുകൊണ്ടാണ് ആ സ്റ്റോക്ക് ഇല്ലാതെ വന്നത്. അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റീവിലേക്ക് പോവാം. അങ്ങനെ പറയുമ്പോൾ ആൻസർ ബിയിലേക്ക് പോകത്തുള്ളൂ, എയിലേക്ക് പോകത്തില്ല. എ എന്ന് പറയുന്നത് ഒരു ഫാക്ട് ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ, ഒരു റീസൺ ആയിട്ടോ എക്സ്പ്ലനേഷൻ ആയിട്ടോ അല്ല വരുന്നത്, അല്ലെ? ബി പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ്സ് ചൂസ് ചെയ്യാന്ന് പറയുന്നത്. ഇനി സിയുടെ കാര്യം പറയുന്നുണ്ട്, അതും ശ്രദ്ധിക്കണേ. That's what I've been doing too. But it requires extra caution, especially when dispensing to patients with known allergies. Different brands sometimes have different excipients. അവിടെ പറയുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് ബ്രാൻഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പേഷ്യൻസിന് അത് സൈഡ് എഫക്ട്സിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്, അല്ലെ? പല മെഡിസിനും പല രീതിയിലാണല്ലോ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ അവിടെ പറയുന്നുണ്ട്. True. And it's not just about allergies. We need to educate patients about the change, especially when the appearance of the medicine is different. The last മെഡിസിൻ ഡിഫറെന്റ് ആവുമ്പോൾ പേഷ്യൻസിനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. thing we want is for them to be confused or concerned. I couldn't agree more. Patient safety and education always come first. Hopefully the supply chain issues get sorted out soon. അല്ലെ, ഹോപ്പ്ഫുള്ളി എന്താണ് സപ്ലൈ ചെയിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? പക്ഷെ സിയിൽ പറയണത് എത്രയും പെട്ടെന്ന് പരിഹരിക്കത്തില്ല പ്രശ്നം. അപ്പൊ നേരെ ഓപ്പോസിറ്റ്. സോ ഓപ്പോസിറ്റ് പറയണോണ്ട് സി നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. എ എന്ന് പറയുന്നത് അതൊരു ഫാക്ട് മാത്രമാണ്, ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ അല്ലാത്തത് കൊണ്ടാണ് എ എലിമിനേറ്റ് ചെയ്യുന്നത്, അല്ലെ? ബി ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ 26ന്റെ ആൻസറും ബി തന്നെയാണ് വരുന്നത്, അല്ലെ? 25ന്റെ ആൻസറും ബി തന്നെയാണ് വരുന്നത്, 26ന്റെ ആൻസറും ബി തന്നെയാണ് വരുന്നത്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം, നമ്മൾ ആൻസർ ചൂസ് ചെയ്യുമ്പം ഓപ്ഷൻസിൽ പറയുന്ന കീവേഡ്സോ അല്ലെങ്കിൽ ഓപ്ഷനിൽ പറയുന്ന ആൻസേഴ്സ് അതേപോലെയൊക്കെ ഓഡിയോയിൽ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും അത് ആൻസറിലേക്ക് വരണം എന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ആൻസേഴ്സ് തെറ്റിപ്പോകുന്നത്, അല്ലെ? അതായത് ഓഡിയോയിൽ ആൻസേഴ്സ് അതുപോലെ പറയുന്നുണ്ടല്ലോ, അപ്പൊ അതല്ലേ ആൻസർ എന്ന് വിചാരിക്കും. പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബി പാർട്ടിൽ എസ്പെഷ്യലി നമുക്ക് വായിക്കാനായിട്ട് ടൈം കിട്ടും, അല്ലെ? ഏകദേശമൊക്കെ നമുക്ക് ടൈം കിട്ടും. സി പാർട്ടിലാണ് ഒരു പ്രശ്നം വരുന്നത്, അല്ലെ? ബി പാർട്ടിൽ അത്യാവശ്യം ഒരു ടൈം കിട്ടും. സോ ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കാം. എന്നിട്ട് ആ ക്വസ്റ്റ്യന്റെ ബേസ് ചെയ്തിട്ടാണോ അവിടെ എക്സ്പ്ലനേഷൻ വരുന്നതെന്നും കൂടെ ശ്രദ്ധിക്കണം ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഇനി അടുത്ത 2 ക്വസ്റ്റ്യനുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ താങ്ക് യു.